സാന്ദ്ര, ഐ ആം സോറി സാന്ദ്ര, ഐ ആം സോറി. നിന്നെ കിട്ടിയില്ല, മന്ത്ര കൂടി തന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ രാത്രി മുതൽ നീ എന്റെ മണവാട്ടിയാണ്. മറന്നു എന്ന് കരുതിയതൊക്കെ ഞാൻ ഓർത്തുപോയി. അപ്പച്ചന്റെ മരണത്തെ കുറിച്ച് മരിച്ചതല്ല, കൊന്നതാണ്. കൊന്നത് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ച ദിവസേ പെങ്ങളുടെ കല്യാണം നടത്താൻ വയ്യാണ്ട് വിഷമിച്ച ചാച്ചനെ ഇടവകയിലെ അച്ഛൻ സഹായിക്കാമെന്നേറ്റു. പുതിയ പള്ളി പണിയാൻ പിരിച്ച പള്ളി ഫണ്ട് ചെയ്യുന്നു. അതിപ്പോ എന്നാ കമ്മിറ്റി തീരുമാനിക്കാനാ? ഇട്ടിച്ചൻ എത്ര രൂപ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് എടുത്താ പോരെ. എന്ന് പറഞ്ഞാല് പൊതുമുതലാവുമ്പോ ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എടുക്കാൻ പറ്റുമോ? മാത്രമല്ല, ഖജാൻജിയായ പാപ്പച്ചന്റെ പേരിലാണ് ഇത് ബാങ്കിൽ കിടക്കുന്നത്. ശരിയാ, 2,25,000 രൂപ വരെ എന്റെ പേര് ബാങ്കിൽ കിടപ്പുണ്ട്. ബാക്കി ആ ചിട്ടിച്ചാലിൽ ഇരിക്കുകയാണല്ലോ. എന്റെ കയ്യിലോ? എന്താ പാപ്പച്ച നീ പറയുന്നത്? എന്റെ അച്ചായ, മുഴുവൻ കാശ് ഒരേ ബാങ്കിൽ കിടക്കണമെന്നും പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ട് 2 ലക്ഷം രൂപ എടുത്ത് ഓർക്കുന്നുണ്ടോ? അത് കൊടിയിറക്കി പെരുന്നാളിനല്ലേ? ഇതെന്നത്തെ അച്ചായ നീ പറയുന്നേ? ഈ 2 ലക്ഷം രൂപ എടുത്തത് ഒരു ശനിയാഴ്ചയായിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് ബാങ്ക് ഒഴിവായതുകൊണ്ട് ഈ കാശ് അച്ചായൻ വീട്ടിലേക്ക് പോയത് ഓർക്കുന്നുണ്ടോ? പാപ്പച്ച, ഇത് 1-2 രൂപയുടെ കാര്യമല്ല, രൂപ 2 ലക്ഷമാ. നീ പറയുന്ന കാശും വാങ്ങി പാലാക്കി പോയത് ഓർക്കുന്നില്ലേ? ഓഹോ, അപ്പൊ എന്നെ കളനാക്കിയാണോ? ഇടിച്ചാൻ കാശെടുത്ത് മറിച്ചേക്ക് തുറന്നങ്ങോട്ട് പറ. വെറുതെ മനുഷ്യനെ ആദ്യം കേട്ടാതെ. ഞാൻ കാശെടുത്ത് മറിച്ചെന്നോ? നിന്റെ കുടുംബ പാരമ്പര്യം കാണിച്ചാലുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? നമുക്ക് എന്താ വേണ്ട സമാധാനമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. എന്റെ പൊന്നച്ചോ, ഒന്നും ആലോചിക്കാനില്ല. കാശ് ദിയാന്റെ കയ്യിൽ തന്നെയുണ്ട്. ചിലപ്പോ ചേവനെടുത്ത് കാണും. ഇത് എന്നെ കള്ളനാക്കുക. കള്ളം പറയത്തില്ല അച്ഛൻ, എന്തോ തെറ്റ് പറ്റിയതാ. ശരിയാണ്, തെറ്റ് പറ്റിയത് എനിക്കാ. നിന്റെ അപ്പന്റെ പള്ളിക്കാശെടുത്ത് ഞങ്ങൾ കൊടുത്തു. അതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. കല്യാണം അടിയുന്നതൊക്കെ പിന്നെ നടത്താം. പെണ്ണ് കേൾക്കാനും വീട്ടിൽ നിൽക്കട്ടെ. അവളോടും പാടാ കാശുണ്ടാക്കാൻ വല്ല വഴി നോക്കാൻ. എന്റെ അപ്പനെ കള്ളനാക്കിയിട്ട് നീ ഇവിടെ ജീവിക്കത്തില്ല. അടുത്ത പള്ളി കമ്മിറ്റിക്ക് മുമ്പ് കാശ് തിരികെ കൊടുത്തില്ലെങ്കിൽ അടുത്ത പെരുന്നാൾ നിന്നെ കാണിക്കത്തില്ല. ഓടാ പുല്ലേ. കർത്താവേ, റോഡ് ബ്ലോക്ക് ആയല്ലോ.
ഡോക്ടർ, മരണം നടന്നത് ഇവിടെ എത്തുന്നതിന് മുൻപായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തണം. ഡോക്ടർ, അച്ചായ മരിച്ചത് ഇതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് ഒഴിവാക്കാനാ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ ഇയാളെ പ്രവേശിപ്പിക്കുവാനാകട്ടെ. ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എന്നേക്കും. പാപ്പച്ച, ഇത് ഇട്ടിച്ചന്റെ മരണം ആത്മഹത്യയാണെന്നുള്ളതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പക്ഷേ ആ സ്ഥിതിക്ക് ഇവിടെ അടക്കണോ അതോ പാപ്പച്ച, അതിന് ഇന്നലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ പ്രശ്നം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. പിന്നെ പോലീസ് അന്വേഷണമായി ശവം മാന്തലായി ആകെ കുളവാകും. എനിക്ക് എന്റെ തടി നോക്കണം. ഒരുമാതിരി മറ്റേ വർത്തമാനം പറയരുത്. എന്റെ മടി കിടന്ന ഇട്ടിച്ചായ മരിച്ചത്. വിഷം കഴിച്ചാലും മടി കിടന്ന് മരിക്കാം. നീ പക്ഷേ എന്റെ അപ്പച്ചന്റെ ശവത്തോട് പക തീർക്കരുത്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം എങ്ങനെയെങ്കിലും. എന്റെ അപ്പച്ചനോട് ഇനി നമ്മൾ തമ്മിൽ എന്താടാ പ്രശ്നം? നീ എനിക്കിട്ടൊന്ന് തല്ലി, അത് ഞാൻ പോലീസിൽ പരാതിയും കൊടുത്തു. അത് വേറെ വിഷയം. പള്ളി വേറെ, പോലീസ് വേറെ. പക്ഷെ തിരുസഭയുടെ നിയമവും കാര്യങ്ങളും എല്ലാവർക്കും ബാധകമല്ലേ? ഇന്നിപ്പം നിന്നെ കൊണ്ട് കരഞ്ഞ് കാലൊടിപ്പിച്ച് ഇട്ടിച്ചാൻ ഇവിടെ അടയ്ക്കുന്നതിന് ഇരിക്കട്ടെ. പക്ഷെ നാളെ മുതൽ വിഷം നിന്ന് മരിച്ചവനെയും കെട്ടിത്തൂങ്ങിച്ചത്തവനെയും ഇവിടെ അടയ്ക്കേണ്ടി വരില്ലേ? മാനം മര്യാദയ്ക്ക് മരിച്ച അപ്പനപ്പന്മാരെ അടയ്ക്കിയ സിമിത്തേരിയായത്. ഇത്തരക്കാരെയൊക്കെ അടയ്ക്കൽ മനുഷ്യർ വെറുതെ ഇരിക്കുവോ? പാപ്പച്ചേ, ഡോക്ടർക്ക് പറ്റി എന്താ പിഴവാ? ചാച്ചൻ പൈലിയുടെ മടി കിടന്ന മരിച്ചേ. അയ്യോടാ, ഡോക്ടർക്ക് പിഴവ് പറ്റാനോ? നമ്മുടെ അമ്പാർ നിരപ്പിൽ അവതകുട്ടിച്ചാന്റെ മകൻ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ജോർജ് വർഗീസ് ബഹുമിടുക്കനാ. അവൻ ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായി കൊടുത്തിട്ട് എന്നാ കിട്ടാനാ? അച്ഛേ, ചാച്ചനെ ഞങ്ങളുടെ കുടുംബ കല്ലറയിൽ അടക്കണം. ഇല്ലെങ്കിൽ മരണം വരെ ഞങ്ങളുടെ കുടുംബക്കാർക്ക് മനസമാധാനം കിട്ടത്തില്ല. എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട് ക്ഷമിക്കണം. കുമുസാരോ മാനസാന്തരമൊക്കെ പിന്നെയാവും. പള്ളിക്കാർ ഇട്ടിച്ചാന്റെ പേരില് സാമ്പത്തിക ക്രമക്കേടിന് കേസ് കൊടുക്കാൻ പോകുന്ന സ്ഥിതിക്ക് നാളെ ആരെങ്കിലും ഞാൻ തല്ലിക്കൊന്നും പറഞ്ഞ് പോലീസ് കേസ് കൊടുത്താലോ? അടയ്ക്ക ശവം പിന്നെയും മാന്നിട്ട് വരും. സിമിത്തെല്ലാം അത് വലിയ പൊല്ലാപ്പാകുന്നേ. പിന്നെ ഞങ്ങൾ ഇടവക്കാരെ വാക്ക് കേൾക്കാതെ അച്ഛന് സിമിത്തൽ അടക്കണമെങ്കിൽ അയക്കോ. ഞാൻ കാര്യം പറഞ്ഞു. പിന്നത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇട്ടിച്ചനെ ഇവിടെ അടയ്ക്കാം. വേണ്ടച്ചോ, ആരുടെ ഔദാര്യം വേണ്ട. എന്റെ അപ്പനെ തെമ്മാടിക്കുഴിയിൽ അടയ്ക്കാ മതി. വിഷം തിന്ന് ചത്തവന് തിരുക്കർമ്മങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന നിയമമുള്ളപ്പോ അച്ഛനായിട്ട് തെറ്റിക്കണ്ട. സന്നിക്കുട്ടി വേണ്ട. ഇടവക പ്രമാണിമാരുടെ കാല് പിടിച്ച് എന്റെ അപ്പനെ ഇവിടെ അടയ്ക്കുക. അപ്പന്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല. നീ കോഴ കൊടുത്ത് വാങ്ങിച്ച ഈ കള്ള സർട്ടിഫിക്കറ്റ് തിരുത്താൻ പാലോ മറ്റു തീർക്കുന്ന ഗതിയില്ല. പക്ഷെ എന്റെ ദേഹത്തൊഴുകുന്നത് ഈ ഹൃദയം പൊട്ടി മരിച്ചു കിടക്കുന്ന സാധു മനുഷ്യന്റെ രക്തമാണെങ്കിൽ ഇതിന് ഞാൻ നിന്നോട് എന്തെങ്കിലും കണക്ക് തീർക്കും. ഓർത്തോ? പൈലി പടാ. തെമ്മാടി പറമ്പിൽ കയറാൻ നാണമുള്ള ഒരുത്തരം ഈ പെട്ടി തുറന്ന. വേണ്ടച്ചോ, വേണ്ട.